CPIയിലെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായെങ്കിലും കലഹം തീരുന്നില്ല എന്നു തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസമാണ് CPIയുടെ സംസ്ഥാന സമിതി സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത്. എന്നാൽ പ്രധാനമായും 2 നിയമസഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ചൊല്ലിയാണ് ഇപ്പോൾ തർക്കങ്ങൾ ഉള്ളത്. ഒന്ന് മണ്ണാർക്കാട് സ്ഥാനാർത്ഥി മൻസിൽ ബക്കറിനെ ചൊല്ലിയും, രണ്ടാമത് CC മുകുന്ദനെ മാറ്റി നാട്ടികയിൽ ഗീതാ ഗോപിയെ എത്തിച്ചതിനെ ചൊല്ലിയും. ഇത് രണ്ടും സാമ്പത്തികമായ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നാണ് പ്രധാനമായും ആരോപണം. പ്രത്യേകിച്ചും നാട്ടികയിൽ ഗീതാ ഗോപിയെ എത്തിച്ചതിന് തൊട്ടു പിന്നാലെ CC മുകുന്ദൻ, അവിടുത്തെ മുൻ MLA ആണ്, അദ്ദേഹമാണ് വലിയ തരത്തിൽ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിനകത്ത് ഗ്രൂപ്പ് പോരാണോ അതോ വ്യക്തിവൈരാഗ്യമാണോ എന്നുള്ളതാണ് ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം. CC മുകുന്ദനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കഴിഞ്ഞ 5 വർഷം ക്രിയാത്മകമായി പ്രവർത്തിച്ചു എന്നുള്ള അവകാശവാദം CC മുകുന്ദൻ തന്നെ ഉന്നയിക്കുന്നു. എന്നാൽ ഗീതാ ഗോപി പാർട്ടിക്ക് വലിയ തരത്തിൽ സാമ്പത്തികമായ പിന്തുണ നൽകും എന്ന ഒറ്റ കാര്യം കൊണ്ടാണ് ഗീതാ ഗോപിയെ വീണ്ടും മത്സരിപ്പിക്കാൻ തീരുമാനിച്ചതെന്നാണ് ഒരു വിഭാഗം നേതാക്കളും CC മുകുന്ദനും പറയുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഗീതാ ഗോപി നേരത്തെ നാട്ടികയിലെ MLA ആയിരുന്നു. തൊട്ടു പിന്നാലെയാണ് CC മുകുന്ദൻ അവിടെ നിന്ന് മത്സരിക്കുന്നതും വിജയിക്കുന്നത്. ഇതിന് തൊട്ടു പിന്നാലെ ഉണ്ടായ തർക്കങ്ങൾ വലിയ തരത്തിലുള്ള ഗ്രൂപ്പ് പോരുകളിലേക്ക് എത്തി നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഇവിടെ മാത്രമല്ല, മണ്ണാർക്കാടും ഒപ്പം തന്നെ നാട്ടികയിലും മാത്രമല്ല, മറ്റു ചില സ്ഥലങ്ങളിലുമൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പരാതികളുണ്ട്. ആ പരാതികളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ CPIയുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും തുടങ്ങിയിട്ടുമുണ്ട്. പ്രത്യേകിച്ചും നാട്ടികയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തന്നെ ഇടപെട്ടിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. CC മുകുന്ദനെ തള്ളിപ്പറയുന്നില്ല, കൊള്ളാം, നല്ല നേതാവാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ തന്നെയും ചില കാര്യങ്ങളാൽ അല്ലെങ്കിൽ ചില കാരണങ്ങളാൽ CC മുകുന്ദനെ മാറ്റുന്നു എന്നാണ് സംസ്ഥാന നേതൃത്വം പറയുന്നത്. പക്ഷേ CC മുകുന്ദൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണെങ്കിൽ എല്ലാവിധത്തിലുള്ള പിന്തുണയും നൽകാൻ തയ്യാറാണെന്ന് കോൺഗ്രസും പറയുന്നു. കോൺഗ്രസിലെ പ്രതിപക്ഷ നേതാവ് തന്നെ പറയുന്നുണ്ട്, CC മുകുന്ദൻ അത്ര മോശപ്പെട്ട ആളല്ല, നല്ല ആളാണ്, അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുകയാണെങ്കിൽ പിന്തുണ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളും പറയുന്നത്. അതിൻ്റെ അർത്ഥം നാട്ടികയിൽ CC മുകുന്ദനെ പിന്തുണയ്ക്കാൻ കോൺഗ്രസ് തയ്യാറെടുക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ കൂടിയാണ്. നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, അതായത് പ്രതിപക്ഷ നേതാവിൻ്റെ യാത്ര തുടങ്ങിയ സമയത്ത് തന്നെ പറഞ്ഞിരുന്നു, യാത്ര തുടങ്ങി അവസാനിക്കുന്നത് വരെയും അതിനുശേഷവും ചില വിസ്മയങ്ങൾ ഉണ്ടാകുമെന്ന്. അത്തരത്തിൽ ഒരു വിസ്മയത്തിൻ്റെ കൂട്ടത്തിലേക്ക് ഈ CC മുകുന്ദൻ്റെ കാര്യവും ഉൾപ്പെടുത്താൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ ചർച്ച. മണ്ണാർക്കാടിനെ സംബന്ധിച്ചിടത്തോളം മണ്ണാർക്കാട് വലിയ തരത്തിൽ മത്സരം നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ്. CPIയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിമാന പോരാട്ടം നടക്കുന്ന ഒരു നിയമസഭാ മണ്ഡലം. അവിടെയാണ് മണ്ണാർക്കാടാണ് മൻസിൽ ബക്കർ എന്ന് പറയുന്ന ഒരു ആളിനെ CPIയുടെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്നത്, രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത ഒരാളിന് എന്തിനാണ് CPI സീറ്റ് നൽകിയതെന്നാണ് ഒരു വിഭാഗം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആരോപണം. മാത്രവുമല്ല, പേയ്മെൻറ്റ് സീറ്റെന്നും ചില ആരോപണങ്ങൾ ഉയർന്ന് പൊങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം തന്നെ നേതൃത്വം തള്ളിപ്പറയുകയാണ്. കാരണം മുസ്ലിം ലീഗിനെതിരെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് മൻസിൽ ബക്കറിനെ കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് CPIയുടെ ഇപ്പോഴത്തെ അവകാശവാദം. ഒരു പക്ഷേ അത് ശരിയായിരിക്കാം. കാരണം ലീഗിനെ നേരിടുവാൻ അത്തരത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ വേണം. പൊതുസമ്മതനാണ് മൻസിൽ ബക്കർ. ഒപ്പം രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് പൊതുജനങ്ങൾക്ക് വലിയ തരത്തിലുള്ള പിന്തുണ നൽകുന്ന സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരാൾ കൂടിയാണ് മൻസിൽ ബക്കർ എന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളിനെ മുസ്ലിം ലീഗിനെതിരെ മത്സരിപ്പിക്കുന്നതിന് വേണ്ടി CPI തീരുമാനിക്കുകയാണെങ്കിൽ അവരവിടെ വിജയം പ്രതീക്ഷിക്കുന്നു. അതിനപ്പുറത്തേക്ക് മറ്റൊന്നും ചിന്തിക്കേണ്ടി വരികയില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇത്തരം പിണക്കങ്ങളെയൊക്കെ വളരെ തന്ത്രപരമായി മുതലാക്കാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ നീക്കം. അത് ഈ 2 മണ്ഡലങ്ങളിൽ മാത്രമല്ല, അതിനപ്പുറം CPI മത്സരിക്കുന്ന ഏതെങ്കിലും മണ്ഡലങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടെങ്കിൽ അതിനെ ഭംഗിയായി മുതലെടുക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ കോൺഗ്രസ് നേതാക്കന്മാർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും വളരെ വളരെ പതുക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നാണ് ചില നേതാക്കന്മാർ പറയുന്നത്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും കോൺഗ്രസിനകത്തുമുണ്ട് ആഭ്യന്തര പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ആ തർക്കങ്ങൾ ഇല്ലാതാക്കുന്നതിനുള്ള ശ്രമങ്ങൾ കോൺഗ്രസിനകത്തും
നടക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം.